നമ്മുടെ ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. സെയിൽസ് ക്ലോസിംഗ് മാസ്റ്ററി എന്നാണ് എൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു 20 ക്ലോസിംഗ് മെത്തേഡ്സിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഏതൊരു സാഹചര്യത്തിലും എങ്ങനെ കൃത്യമായിട്ട് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്തുള്ള ഒരു 3 പോയിന്റ് എടുത്തിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സിൽ മാത്രം ഞാനിവിടെ പറയാം. അതിൽ ഒന്നാമത് യൂസ് ദ അസംപ്റ്റീവ് ക്ലോസ്. ഈ അസംപ്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കസ്റ്റമർക്ക് ഒരു പ്രോഡക്റ്റ് അങ്ങ് കൊടുക്കണം, എന്നിട്ട് ആ പ്രോഡക്റ്റ് അവർ അങ്ങ് വാങ്ങിച്ചു എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് പിന്നീട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് നല്ലൊരു എക്സാമ്പിൾ കാണാൻ നമ്മൾ ഈ കാറ് വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാർ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പോയാൽ മതി. കാറിന്റെ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യമൊക്കെ അവർ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു, ബെനിഫിറ്റ് ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം പിന്നീട് സംസാരിക്കുന്നത് മുഴുവൻ നമ്മൾ ആ കാറ് വാങ്ങിച്ചു എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടത്. സാർ ഈ കാറിനകത്ത് കയറി ഇരിക്കുന്ന സമയത്ത്, സാർ ഈ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ആക്ച്വലി നമ്മൾ ആ കാർ എക്സ്പീരിയൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെ സംഭവിക്കും ഇത് മുഴുവനാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഇതൊരു നല്ല മെത്തേഡാണ്, പെട്ടെന്ന് കൺവിൻസ് ആക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ കാര്യം ക്രിയേറ്റ് അർജൻസിയാണ്. അതായത് പെട്ടെന്നൊരു അർജൻസി, ഈ സമയത്തിനുള്ളിൽ വാങ്ങിച്ചില്ലെങ്കിൽ അത് മിസ്സായി പോകും എന്നൊരു സംഭവം ഉണ്ടല്ല, അതൊരു കൊണ്ടുവരാന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഏർലി ബേർഡ് ഓഫർ എന്നൊരു സംഭവം ഈ സമയത്തിനുള്ളിൽ ചെയ്താൽ ഈ പറയുന്ന റേറ്റിന് കിട്ടും. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞ് പിന്നെ റേറ്റ് കൂടുതലോ എന്നുള്ളൊരു പെട്ടെന്ന് നമുക്കത് വാങ്ങിക്കാനുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കും. അതേപോലെ തന്നെ ഇപ്പൊ ആമസോണിലൊക്കെ ആണെങ്കിൽ ഒരു ടൈം ഉണ്ടാവും. ഈ ടൈമിനുള്ളിൽ നമ്മൾ വാങ്ങിച്ചാൽ ഈ ഒരു ഓഫർ സ്പെഷ്യൽ ഓഫറാണ്, വർഷത്തിൽ 3 പ്രാവശ്യം 4 പ്രാവശ്യം നടക്കും. ലുലു മാളിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരു 3 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഓഫറൊക്കെ വെച്ചിട്ട് ഭയങ്കര ഓഫറൊക്കെ വെച്ചിട്ട്, പക്ഷെ ആ 3 ദിവസം ഉണ്ടാവുള്ളൂ, ഭയങ്കര തിരക്കായിരിക്കും ആ ദിവസം അല്ലേ. അതാണ് ഈ അർജൻസി ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ പ്രോഡക്റ്റ് പെട്ടെന്നൊരു അർജൻസി ക്രിയേറ്റ് ചെയ്യുക, പെട്ടെന്ന് എടുക്കണം എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ക്ലോസിംഗ് മെത്തേഡ്. അടുത്തത് ഹൈലൈറ്റ് ദ വാല്യൂ നോട്ട് ദ പ്രൈസ്. അതായത് ഒരിക്കലും പ്രൈസിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മറിച്ച് വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്ത് വാല്യൂസാണ് പറയണ്ടേ? അതായത് നമ്മളുടെ പ്രോഡക്റ്റ് ഒരു കസ്റ്റമർക്ക് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അയാൾക്ക് എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് അതിനെക്കുറിച്ചിട്ടാണ് കൂടുതൽ പറയണ്ടേ. അങ്ങനെ വരുമ്പോൾ ആ വാല്യൂ എന്തായാലും നമ്മുടെ പ്രൈസിനേക്കാൾ വളരെ വലുതാണെന്ന് കസ്റ്റമറെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവിടെ സെയിൽസ് നടത്താനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം ഞാൻ 3 മെത്തേഡ് പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് പ്രയോഗിച്ച് നോക്കാവുന്ന 3 ഓക്കെ. എന്തായാലും നമ്മുടെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ഒരുപാട് പേര് ബിസിനസ്സിലേക്ക് പുതുതായിട്ട് കാലെടുത്ത് വെക്കുന്ന ആളുകളാണ്. അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുമിച്ച് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള താല്പര്യം അവർക്കുണ്ട്. അതേപോലെ തന്നെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല, ഒരുപാട് സ്ട്രഗിളുകൾ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷൻ തീർച്ചയായിട്ടും നമുക്ക് ഈ നമ്പറിൽ ഒന്ന് ബന്ധപ്പെടാം. താഴത്തെ നമ്പർ ഉണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.